الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء في الأرض ولا في السماء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. نعيب زماننا والعيب فينا وما لزماننا عيب سوانا ونهجو ذا الزمان بغير ذنب ولو نتقى الزمان لهجانا وليس الذئب يأكل لحم ذئب ويأكل بعضنا بعضا عيانا. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടമനുസരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി, അതിലൂടെ സ്വർഗം നേടി അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോരോരുത്തരും സഗൗരവം ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ അവനെ പരിപൂർണമായ രീതിയിൽ വഴിപ്പെട്ട് കീഴ്പ്പെട്ട് അനുസരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും പൊരുത്തവും നേടുന്നവരെ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലവിധ രോഗികൾ, പലവിധ അസ്വസ്ഥതകൾ,
നമ്മുടെ പള്ളികളിലുണ്ട്, വീടുകളിലുണ്ട്, ആസ്പത്രി കിടക്കകളിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായ സിഹത്തും ആഫിയത്തും ആരോഗ്യവും നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ ദീൻ ഒരു സ്വർഗമാണ്. ഈ ദീൻ ഒരു സ്വർഗമാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇന്ന ഫി ദുനിയ ജന്ന, തീർച്ചയായിട്ടും ദുനിയാവിലൊരു സ്വർഗമുണ്ട്. മല്ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ. ഈ ദുനിയാവിലെ സ്വർഗത്തിൽ ആര് പ്രവേശിക്കുന്നില്ലയോ, പ്രവേശിച്ചില്ലയോ, അവൻ പരലോകത്തിലെ സ്വർഗത്തിൽ അവൻ പ്രവേശിക്കില്ല എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്ക്. നമ്മളെ കയ്യിൽ കിട്ടുന്ന ഈ രാജകീയ പാത എന്ന് പറയുന്നത് ഒരു സ്വർഗമാണ്. ആ സ്വർഗത്തിൽ ഇങ്ങനെ പരലോകത്തെ സ്വർഗം കിട്ടാൻ എന്തെല്ലാം നമ്മൾ ചെയ്യണം, പ്രവർത്തിക്കണം, നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും എപ്രകാരം ഉണ്ടാക്കണമോ അങ്ങനെ ജീവിച്ചാൽ മാത്രമേ പരലോകത്തെ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞത് നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടി നോക്കണം. ആ പരലോകത്തിലെ സ്വർഗത്തിന് വേണ്ടി ഈ സ്വർഗമാകുന്ന ഈ ദുനിയാവിൽ, ഈ ദീനാകുന്ന സ്വർഗത്തിൽ, സ്വർഗത്തിൻ്റെ ദീനാകുന്ന ആ ദീനിനെ പിടിച്ചു നിൽക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും സാധിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കൂ. അല്ലാഹു തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ രാജകീയ പാതയിൽ അടിയുറച്ചു നിന്ന് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം നിലനിൽക്കണമെങ്കിൽ ധർമ്മവും നീതിയും സത്യസന്ധതയും ഒരു അക്രമസക്തമല്ലാത്ത ഒരു ലോകവും ഉണ്ടാകണം. എന്ന് അനീതിയും അധർമ്മവും അക്രമവും പടരുന്നുവോ അവിടേക്കാണ് പ്രവാചകന്മാർ അല്ലാഹു തആല എക്കാലത്തും അയച്ചിട്ടുള്ളത്. ഏത് സമൂഹം നശിക്കുമ്പോഴും ആ സമൂഹത്തെ നന്നാക്കുവാനും ധർമ്മവും നീതിയും സമാധാനത്തിൻ്റെ വഴിയും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. അപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വരുന്ന കാലം പറയേണ്ട ആവശ്യമില്ല. അധർമ്മത്തിൻ്റെയും അനീതിയുടെയും പെണ്ണിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരിയുടെയും പിന്നിൽ നടക്കുന്ന സമൂഹം, അവിടേക്കാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും ആ സമൂഹത്തെ വാർത്തെടുക്കുകയും അനീതിയും അധർമ്മവും ഇല്ലാത്ത സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ടാക്കുകയും അസ്ഹാബി കന്നുജൂം, എൻ്റെ സഖാക്കൾ നക്ഷത്രതുല്യരാണ്, ഇഹ്തദൈത്തും ആരെ പിന്തുടർന്നാലും നിങ്ങൾ അവരിൽ നേർവഴിയുടെ പാതയുണ്ട്, സ്വർഗം കിട്ടും, അതാണ് സ്വർഗത്തിൻ്റെ വഴി, അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്, അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നമ്മോട് പറഞ്ഞിട്ട് പോയി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഫലസ്തീനിലേക്ക് പോകാം. നമ്മൾക്കൊന്ന് ഒരു 5 മിനിറ്റ് ഫിലസ്തീനിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കണേ. ആരാണ്, എന്താണ് ഫിലസ്തീൻ? പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗമാണ് ഫിലസ്തീൻ. നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഫിലസ്തീൻ. ഈമാനിൻ്റെ ഭാഗമാണ് ഫിലസ്തീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ രാജ്യമായിരുന്നില്ല, ഇസ്ലാമിൻ്റെ കൈപ്പടിയിലായിരുന്നില്ല ഫിലസ്തീൻ ഉണ്ടായത്, പശ്ചിമേഷ്യ ഉണ്ടായത്, ഷാം ഉണ്ടായത്. അള്ളാഹിൻ്റെ റസൂൽ ഷാമിൽ ബർക്കത്ത് ചെയ്യണേ, ഷാമിൽ ബർക്കത്ത് ചെയ്യണേ,
ഷാമിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അതാണ് ഫിലസ്തീൻ. ആ മണ്ണിൽപ്പെട്ടതാണ് ഫിലസ്തീൻ. അല്ലാഹുവിൻ്റെ റസൂൽ ഇസ്രായേലിന് വേണ്ടിയും അല്ലാഹു തആല തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഫിലസ്തീൻ. ബൈത്തുൽ മഖ്ദസ്, മഖ്ദസിലേക്ക് രാത്രിയുള്ള യാത്ര, അവിടുന്ന് ആകാശാരോഹണം, ആകാശത്തേക്ക് മിഅ്റാജിൻ്റെ യാത്ര ഫിലസ്തീനിൽ വെച്ചാണ് നടന്നത്. ബൈത്തുൽ മഖ്ദസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പറ്റം അമ്പിയാക്കന്മാർക്ക് ഇമാമത്തായി നമസ്കരിച്ച ബൈത്തുൽ മഖ്ദസ്. ഒരുപാട് പ്രവാചകന്മാരുടെ കാലുകൾ കുത്തി, ആദം നബി അലൈഹിസ്സലാം മുതൽ ഒരുപാട് പ്രവാചകന്മാർ കാലുകുത്തിയതായ ബൈത്തുൽ മഖ്ദസ്. ആ മണ്ണിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണോ എത്ര പ്രവാചകന്മാർ കാലുവെച്ചിട്ടുണ്ട്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിൽ കടന്ന് പോകാൻ ഉദ്ദേശിച്ച സ്ഥലം, പക്ഷേ അവർ കടന്നിട്ടില്ല. അപ്രകാരം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭൂമി, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭൂമി, ആ ഭൂമിയാണ് ഫിലസ്തീൻ. സുബ്ഹാനല്ലദീ, അല്ലാഹുവാണ് പരിശുദ്ധൻ. അല്ലദീ അസ്റാ ബിഅബ്ദി, തൻ്റെ അടിമയെ രാത്രിക്ക് യാത്രയേറ്റ അല്ലാഹു സുബ്ഹാനഹു തആല ലൈലം മിനൽ മസ്ജിദിൽ ഹറാം, മക്കത്തിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സാ, മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു തആല യാത്ര പോയി രാത്രി കൊണ്ട്. അല്ലദീ ബാറക്നാ ഹൗല, നിങ്ങൾ ആരും അതിനെ പുച്ഛിക്കണ്ട, വേടിക്കണ്ട, തള്ളണ്ട കേട്ടോ. അല്ലാഹു പറയുന്നു ബാറക്നാ ഹൗല, അതിൻ്റെ പരിസരം ഞാൻ ഐശ്വര്യമുള്ളതാക്കിയിട്ടുണ്ട്, ബറക്കത്തുള്ള ഭൂമിയാണ് കേട്ടോ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുന്നു. ഇതിലും വലിയ പുണ്യം എന്താ നമുക്ക് വേണ്ടത്? 16 മാസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിബിലയായി നിന്ന് മസ്ജിദുൽ ബൈത്തുൽ അഖ്സ, റസൂലിന് ഏറ്റവും ഇഷ്ടം കഅബയിലേക്ക് തിരിയല. 16 മാസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിലാണ് നമസ്കരിച്ചിട്ടുള്ളത്. മസ്ജിദിലേക്ക് നേരെ അഭിമുഖീകരിച്ചാണ്, കഅബയാക്കിയിട്ടാണ് നമസ്കരിച്ചിട്ടുള്ളത്. ആ മസ്ജിദുൽ അഖ്സ തകർക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, നരഹത്യ തുടരുന്നു, വംശഹത്യ തുടരുന്നു. പറയുന്നുണ്ടാകാം, വിചാരിക്കുന്നുണ്ടാകാം, ഓ മൗലവി ഇതൊക്കെ കഴിഞ്ഞില്ലേ, ഞങ്ങൾ സമാധാനം കൊണ്ടുവന്നില്ലേ, ഞങ്ങൾ സമാധാനത്തിന് ഒപ്പുവെച്ചില്ലേ, ബന്ദികളെ കൈമാറാമെന്ന് തീരുമാനിച്ചില്ലേ, വഞ്ചിക്കേണ്ട അവരെ നമ്മൾ ആ വാക്കിനെ വിശ്വസിക്കേണ്ട എന്നും അവരുടെ സംസ്കാരം ജൂത സംസ്കാരം എന്ന് പറയുന്നത് വഞ്ചനയാണ്. വഞ്ചകരാണവർ, ഒരു വാക്ക് പാലിക്കാത്തവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോൾ അവിടെയുള്ള പ്രധാന ഗോത്രങ്ങളായ ബനു നുളൈറ, ബനു ഹാരിസ്, ബനു ഖൗനുഖാ എന്ന് പറയുന്ന 3 പ്രധാന വിഭാഗക്കാരുമായി അല്ലാഹുവിന്റെ റസൂൽ ഒരു കരാറുണ്ടാക്കി. ഈ മദീനയിൽ വെച്ച് നമ്മൾ ആരെയും ആക്രമിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ ആക്രമിക്കാൻ വന്നാലും പുറത്ത് നിന്നൊരു സംഘം വന്ന് നമ്മൾ ആക്രമിക്കാൻ വന്നാൽ നമ്മളത് വകവെച്ച് കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഉടനെ ആ കരാറിനെ അവകുല്ലമാ അഹദു അഹദൻ നബദഹു വറഅഹി, അവകുല്ലമാ അഹദു അഹദൻ നബദഹു വറഅഹി. സൂറത്തുൽ ബഖറ 100-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നു, എപ്പോഴെല്ലാം അവർ വഞ്ചകരാണ് കേട്ടോ, അവരെ വിശ്വസിക്കേണ്ട കേട്ടോ, അവരെ വിശ്വസിക്കേണ്ടവർ വഞ്ചകരാണ്. അവരുടെ സംസ്കാരം തന്നെ വഞ്ചകനെയാണ്. വഞ്ചനയിലാണ് വാസ്തവത്തെ കൈയടക്കിയിട്ടുള്ളത്. വഞ്ചനയിൽ കൂടിയാണ് ആ ഫലസ്തീനിൽ അവർ താമസിക്കുന്നത്. വഞ്ചനയിൽ കൂടിയാണ് ആ സമൂഹത്തെ കൊന്നെടുക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ വേഗത്ത് പോലും പിഞ്ചു കുഞ്ഞുങ്ങളെ മുഖത്ത് നോക്കിയിട്ട് വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന സമുദായമാണ് അവർ. എത്ര കൊന്നു? ആർക്കെങ്കിലും ചോരയുണ്ടോ? ആർക്കെങ്കിലും വേദനയുണ്ടോ? ആർക്കെങ്കിലും അതിനൊക്കെ ചിന്തിക്കാൻ സമയമുണ്ടോ? അല്ലാഹു പറയുന്നു വഞ്ചകരാണ് കേട്ടോ എന്നും. അവർ വഞ്ചിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. നബി തങ്ങളെ വഞ്ചിച്ചില്ലേ? ഖന്തക്കിൽ
എല്ലാ സഖ്യകക്ഷികളും ഒരുമിച്ച് കൂടി ഖന്തക്കിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഖന്തക്ക് കുഴിച്ച സന്ദർഭത്തിൽ പെട്ടെന്ന് അവർ കാലുമാറി ഖുറൈശി സമൂഹത്തിന്റെ അന്നത്തെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ കൂടി. ഒരു ദുഹറിന്റെ സമയത്ത് മാസങ്ങളോളം നീണ്ട ഖന്തക്ക് യുദ്ധം, ഖന്തക്ക് യുദ്ധം. അവസാനം മദീനയിലേക്ക് തിരിച്ചുപോയി. എല്ലാം കഴിഞ്ഞു. നബി തങ്ങൾ 2 ആയുധം വെച്ച് ഡ്രസ് കൂടി കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയത്. മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് നബിയോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, ആയുധം വെച്ചല്ലേ ചോദിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, വളഅന സിലാഹ, ഞങ്ങൾ ആയുധം വെച്ചു യാ ജിബ്രീൽ. ഇനിയുമുണ്ടോ യുദ്ധം? ഞങ്ങൾ വെച്ചിട്ടില്ല നബിയേ. ഉടനെ പുറപ്പെടണം. അവർ ബനൂ ഖുറൈദക്കാരുടെ കൊട്ടാരങ്ങളിലേക്ക് പോകണം. അവർ വഞ്ചിച്ചവരാണ്, അങ്ങയെ പരാജയപ്പെടുത്താൻ അവർ കൂട്ടുനിന്നവരാണ്. അവർ തങ്ങളെ കൂട്ടത്തിൽ നിന്ന് വഞ്ചിച്ചു ഓടിപ്പോയവരാണ്. അവരടുത്ത് പോയിട്ട് പോരാട്ടം തുടങ്ങണേ നബിയേ. അസർ നമസ്കരിക്കേണ്ടത് ഈ മദീനയിൽ വെച്ചല്ല കേട്ടോ, ബനൂ ഖുറൈദ താമസിക്കുന്ന അവിടെ പോയിട്ട് നമസ്കരിക്കണേ. എപ്പോഴാണ് പറയുന്നത്? മാസങ്ങളോളം ഖന്തക്കിൽ ചെലവഴിച്ച് യുദ്ധം നടത്തി തിരിച്ചു വരുമ്പോൾ മദീനയിലേക്ക് എത്തിയിട്ട് ളുഹർ നമസ്കരിച്ചതുള്ളൂ, അസ്ർ നമസ്കരിച്ചത് അവിടെയാണ് പോരാട്ടം നടത്തേണ്ടത്. നമുക്ക് നിസ്സാരല്ലേ ഇതൊക്കെ നമുക്ക് നിസ്സാരല്ലേ? നമ്മൾക്ക് അവരുമായിട്ട് ഉടമ്പടികൾ ഉണ്ടാക്കി, കരാറുകൾ ഉണ്ടാക്കി. എന്തിനാ അവരുടെ രാഷ്ട്രങ്ങൾ തമ്മിൽ കരാറുകൾ ഉണ്ടാക്കുന്നത്? പരസ്പരം വരാനോ ആക്രമിക്കാനോ പാടില്ല എന്നല്ലേ? 2000 കിലോമീറ്ററോളം സഞ്ചരിച്ചുകൊണ്ടല്ലേ ഒരു രാഷ്ട്രത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നത്? എന്നിട്ട് ചോറും ബിരിയാണിയും മന്തിയും വെച്ച് നമ്മൾ പിരിഞ്ഞുവല്ലേ? ഇവിടെയല്ല ഞാൻ ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതും നമ്മളെ ഈമാൻ എവിടെ പോയി? രാഷ്ട്രീയമായി നമ്മൾ ഇതിനെ വിഭാഗം കണക്ക് കൂട്ടണ്ട. മതപരമായി ഇസ്ലാംപരമായി നമ്മൾ കണക്ക് കൂട്ടുക. അവർ നമ്മളെ രക്തമല്ലേ, ചോരയല്ലേ? നമ്മളെ കുറിച്ച് എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഒരു മുഅ്മിൻ ഒരു കെട്ടിടം പോലെയാ. അതിൽ നിന്ന് ഒരു കെട്ടിടത്തിൽ കല്ലിറങ്ങി വീണാൽ മറ്റുള്ള കെട്ടിടത്തിന് ബാധിക്കും. അത് ഇതുപോലെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഒരു പെപ്സിയും ഒരു കോളയും നമ്മളെ കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റിയോ? അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് ബഹിഷ്കരിക്കാൻ വേണ്ടി പറ്റിയോ? അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയോ? ഇതൊക്കെ നമ്മളൊരു 10 ഉപ്പൻ്റെ മിഠായി വാങ്ങിയില്ലെങ്കിൽ അവർക്ക് എന്താ മൗലവി, നിങ്ങളെന്താ ഏത് കാലത്താണ് ജീവിക്കുന്നതല്ലേ? അവർ നമ്മൾ 10 രൂപ കിട്ടിയതിന് അവർക്ക് എന്താ ഇല്ലാതായതുകൊണ്ട് എന്താന്ന് ആലോചിക്കുന്ന മുസ്ലിം സമൂഹമേ, ഇസ്ലാമിൻ്റെ വക്താക്കളെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ സമൂഹമേ, അള്ളാഹുവിൻ്റെയും റസൂലിനെയും അംഗീകരിക്കണം, അറിയണം, മനസ്സിലാക്കണം. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്ത് ഇവിടെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണേ, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനുണ്ടെന്ന് നിങ്ങൾ അറിയണേ, മനസ്സിലാക്കണേ. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിനെ വിട്ടൊഴിവാക്കി. നമ്മൾ അള്ളാഹിൻ്റെ റസൂൽ ജീവിച്ചിരിപ്പില്ല. അള്ളാഹിൻ്റെ റസൂൽ നമ്മളെന്ന് ആലോചിച്ച് നോക്കും. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ പട്ടിണിയിൽ ആൾക്കാരുണ്ടാകുമായിരുന്നോ? പട്ടിണി കിടക്കുമായിരുന്നോ? വംശം നോക്കുമായിരുന്നോ? വർഗം നോക്കുമായിരുന്നോ? ജാതി നോക്കുമായിരുന്നോ? നാട് നോക്കുമായിരുന്നോ? വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, മുറുകെ പൊട്ടിക്കണേ എന്നല്ല പറഞ്ഞു. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിച്ചു പോകല്ലേ. ഫതഫ്ശലൂ ഫതദ്ഹബ റീഹുക്കും, നിങ്ങളെ കാറ്റുപോകും. നിസ്സാര കാര്യങ്ങൾ കൈകെട്ടേണ്ടത് എവിടെ? കൈ ഉയർത്തേണ്ടത് എവിടെ? മറമ്പ് കാൽ ചേർത്ത് വെക്കണോ വേണ്ടേ? ഇതിൻ്റെ പേരെല്ലാം ഭിന്നിച്ചു നിൽക്കുന്നു. ഫലാ തനാസഉ ഫതഫ്ശലൂ ഫതദ്ഹബ റീഹുക്കും, വിഭാഗമായി നിങ്ങൾ പിരിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, യൂഷിക്കു നാസു സമാൻ, ജനങ്ങളുടെ മേൽ കാലം വരാനുണ്ട് കേട്ടോ. ജനങ്ങളുടെ മുമ്പിൽ കാലം വരാനുണ്ട്.
നിങ്ങളെ എല്ലാ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അടിച്ചു പറിക്കാൻ തയ്യാറെടുക്കുന്ന കുമിങ്കുല്ല് ഉഫുക്കൻ, എല്ലാ ഭാഗത്തു നിന്നും സകല അലവലാദികളും ഒരുമിച്ച് കൂടി മുസ്ലിമാണോ, മുസ്ലിം പേരുള്ളതാണോ, അവരെ കൊത്തിവലിക്കാൻ ആൾക്കാരെല്ലാവരും തയ്യാറെടുക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ആളിരിക്കുന്ന ഈ സദസ്സിൽ ഒരു പ്ലേറ്റ് ഭക്ഷണം കൊണ്ടുവന്നാൽ ആ ഭക്ഷണത്തലയിലേക്ക് കൈകൾ വീഴുന്നത് പോലെ എൻ്റെ ഉമ്മത്തിൻ്റെ പേരിൽ, മുസ്ലിമായതിൻ്റെ പേരിൽ മുസ്ലിമായ സമൂഹത്തെ കൊത്തിവലിക്കാൻ, ആക്രമിക്കാൻ, കല്ലെറിയാൻ, ചീത്ത പറയാൻ ഒരുമിച്ച് കൂടുന്ന കാലം അത് വിദൂരമല്ല. സഹാബത്ത് ചോദിച്ചില്ല, യാ റസൂലല്ലാഹ് അവമിങ്കില്ല, ഞങ്ങളന്ന് ന്യൂനപക്ഷമാണോ, ഞങ്ങളന്ന് ന്യൂനപക്ഷമാണോ റസൂലേ? ബല്ലന്തും കസീറൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ന്യൂനപക്ഷമല്ല, കണ്ട ഭൂരിപക്ഷം തന്നെയാ. നിങ്ങൾ ന്യൂനപക്ഷമല്ല, ഭൂരിപക്ഷം തന്നെയാ. നിങ്ങൾ ചപ്പ് ചവറുകളാ. മഴവെള്ളത്തിൽ ഒലിയൊലിക്കുന്ന ചപ്പ് ചണ്ടികളെ പോലെയാവും നിങ്ങൾ. എന്താ കാരണം പറഞ്ഞത്? നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പേടിക്കുന്ന ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ടാകുന്നു. ഒരു മുസ്ലിം വരുന്നുണ്ട്, അവനടുത്ത് ചേട് മാറി നടക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇതല്ല അവസ്ഥ. ഇന്നമാ ഫലാ തഅജ്ജൽ അലൈഹിം ഇന്നമാ നഅദ്ദു ലഹും അദ്ദ. അതവർ വിചാരിക്കുന്നില്ല. ഓ നബിയേ തങ്ങൾ ധൃതി കൂട്ടണ്ട. ഇന്നമാ നഅദ്ദു ലഹും അദ്ദ. നമ്മൾ എണ്ണുന്നുണ്ട് അവരെ എണ്ണം. അവർക്കുള്ള ഈ സഹായവും അവരുള്ള ഒരു വിജയം നിങ്ങൾ കണ്ട് ആകുങ്ങൾ ബേജാറാകണ്ട. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗൻ ഇൻ കുന്തും മുഅ്മിനീൻ. ഓ മുസ്ലിമേ, ഷഹാദത്ത് കലർന്ന് പറഞ്ഞ മുസ്ലിമേ, നമസ്കരിക്കുന്ന മുസ്ലിമേ, നോമനുഷ്ഠിക്കുന്ന മുസ്ലിമേ, ഹജ്ജ് ചെയ്യുന്ന മുസ്ലിമേ, സകാത്ത് കൊടുക്കുന്ന മുസ്ലിമേ, നീ ബേജാറാകണ്ട, നീ വിഷമിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട. വഅൻതുമുൽ അലൗൻ, നിങ്ങളാണ് കേട്ടോ ഏറ്റവും ഉയർന്നവർ. നിങ്ങളൊക്കെ വച്ചു വെക്കാൻ ഒരു വൻശക്തിക്കും സാധ്യമല്ല. എപ്പോൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ കണ്ടാൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു ഗാംഭീര്യം, പേടിയൊന്നും മറ്റുള്ളവരെ കണ്ടാൽ പേടിയില്ല. അതാണ് അള്ളാഹ് എടുത്തു മാറ്റി. അവരാരും ഉണ്ടാക്കിയല്ല കേട്ടോ, അള്ളാഹ് മാറ്റിയതാ. അവരുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളെ കണ്ടാൽ ഒരു ഗാംഭീര്യം, ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ അള്ളാഹ് മാറ്റിക്കളഞ്ഞു. അവർക്ക് വഹനെന്ന മാരകമായ ക്യാൻസറിനേക്കാളും അതിഭയങ്കരമായ രോഗം പൊടിപെട്ടിട്ടുണ്ട് നമ്മുടെ സമുദായത്തിന്. ക്യാൻസറിനേക്കാളും അതിഭയാനകമായ രോഗം നമ്മൾക്ക് പൊടിപെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാരാ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത നമ്മൾ പഴഞ്ചനെന്ന് 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതെന്ന് പറഞ്ഞ നമ്മളെ പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, മാരകമായ രോഗം പൊടിപെട്ടിട്ടുണ്ട് അവർക്ക്. വമൽ വഹ്നു യാ റസൂലല്ലാഹ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് എന്താണ് വഹ്നി, എന്താണ് രോഗം? പറഞ്ഞതാ, നമുക്ക് പേടിയാകുന്നു. ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനുള്ള സ്നേഹം, ദുനിയാവിൻ്റെ വേക്കില അല്ലാഹു റസൂലു. എനിക്ക് ഒന്നാമതും എൻ്റെ അള്ളയും എൻ്റെ റസൂലുമാണ് ഈ ദീന എന്ന് പറയുന്ന എൻ്റെ സ്ഥാനത്ത് ഞാൻ തെരഞ്ഞെടുക്കുന്ന റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. എൻ്റെ റബ്ബിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ പുന്നാര എനിക്ക് നേർവഴി കാണിച്ച, ഖുർആൻ ഇറക്കി തന്ന് കാണിച്ചെന്ന മാർഗരേഖ കാണിച്ച ആ റസൂലുള്ളാഹി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ തിരഞ്ഞെടുത്ത മതം ഇസ്ലാമാകുന്ന മതം. അത് എൻ്റെ ഇഖ്തിയാറ്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്ത അതെനിക്ക് ഇഷ്ടമാണ് എന്ന് ബായുകൊണ്ട് പറയാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഹൃദയം കൊണ്ട്, നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ മതി. ഹൃദയത്തിൽ ഈ ദീന് ഇറക്കിയിട്ടുണ്ടോ?
ഖുർആനിനെ ഇറക്കിയിട്ടുണ്ടോ? ഖുർആനിനെയും ഹദീസിനെയും നിബിധങ്ങൾ ചര്യയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുത്തബിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ? എന്തെല്ലാം അനാചാരങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ ശിർക്കിലേക്ക് കൊണ്ടുപോയും വിദഅത്തുകൾ ചെയ്യിപ്പിച്ചും ഈ സമൂഹത്തെ മുസ്ലിമായവരെ മുസ്ലിം അല്ലാതാക്കുന്നതിൽ നമ്മൾ മത്സരിക്കുകയല്ലേ ചെയ്തത്? ഇത് തന്നെയാണ് ഞാൻ പറയേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. നമ്മുടെ ജീവിതം ആരുടെ മുമ്പിൽ പണയം വെച്ചു? നമ്മുടെ ജീവിതം പണയം വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു മുഅ്മിന് 2 പ്രാവശ്യം ഒരു മാളത്തുനിന്ന് പാമ്പ് കടിക്കൂല എന്ന്. നമ്മളിപ്പം തലവെച്ചോടുത്തോണ്ടിരിക്കുക. അവരാണ് നമ്മുടെ രക്ഷകർ. ചില ആൾക്കാരുടെ പേരുകൾ പറഞ്ഞ്, രാഷ്ട്രത്തിന്റെ പേര് പറഞ്ഞ് രക്ഷകർ അവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹുബ്ബു ദുനിയാ, നമുക്ക് എത്ര കിട്ടിയാലും മതി, ഉണ്ടാക്കിയാലും. ആർക്ക് വേണ്ടി എന്ത് കൊണ്ടേ ഉണ്ടാക്കിയവരൊക്കെ, എവിടെ കൊണ്ടേ ഉണ്ടാക്കിയവർ, എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് ആരെങ്കിലും ഉണ്ടാക്കിയ ചരിത്രമുണ്ടോ? കാണിച്ചു തരാൻ വേണ്ടി പറ്റോ? ഹുബ്ബുദ്ദുനിയ വക്കറഹ മനത്ത്, 1000 വർഷം ജീവിച്ചാലും മതിയാകാത്ത ഒരു വർഗമായി മാറിയിരിക്കാം. മരിക്കാൻ താല്പര്യമില്ല, ആഗ്രഹമില്ല. ദുനിയാവിൻ്റെ പേരിൽ ഒരു വീടുള്ളവൻ 2 വീട്, ഒരു വണ്ടിയുള്ളവൻ 2 വണ്ടി, സ്ഥലങ്ങൾ വാരി വാരി കൂട്ടായി എവിടത്തേക്കാ? നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഇസ്ലാമിൻ്റെ ശിആറുകളില്ല. ഈ നിലയിൽ നടക്കുക. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ഞാൻ ഓരോരുത്തരും അറിയണം, മനസ്സിലാക്കണം, നമ്മുടെ പാളിച്ച എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളിലുണ്ടോ? എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? മറ്റുള്ളവരെയൊക്കെയല്ല കൈ ചൂണ്ട, സ്വന്തത്തിലേക്കൊന്ന് കൈ ചൂണ്ടുക. ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ എന്നിലേക്കാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണ്ട. സ്വന്തം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് ഇസ്ലാമാറ്റി, എനിക്കെന്ത് ബന്ധം, ഇത് പറയാൻ നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും? അതുകൊണ്ട് ബോധമുള്ളവരാകുക. എവിടെയാണ് രോഗം അറിഞ്ഞ് ചികിത്സിക്കുക? സ്വശരീരത്തിൽ. മറ്റുള്ളവരുടെ രോഗം നോക്കണ്ട. സ്വശരീരത്തിൽ എന്ത് രോഗമുണ്ട്? എൻ്റെ ഇസ്ലാമും അള്ളാഹുവിന് കൊടുത്ത ഷഹാദത്തിന് എനിക്കെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട്? എന്നെ കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. ഒന്ന് പൊട്ടിക്കര, രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയൊന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ. ഇതിന് പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്ത് മുസ്ലിമാണ് നമ്മളെല്ലാവരും? അല്ലാഹു തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങളും യഹൂദികളും തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് വരെ ഖിയാമത്ത് നാളുണ്ടാവില്ല എന്നാണ്. ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാതൽ മുസ്ലിമൂന അൽ-യഹൂദ്, മുസ്ലിമീങ്ങളും യഹൂദന്മാരും തമ്മിൽ യുദ്ധമുണ്ടാകുന്നവരെ ഖിയാമത്ത് നാളുണ്ടാകൂല. ഫയഖ്തുലുമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ഈ ജൂതന്മാരെ വകവരുത്തുന്നൊരു കാലഘട്ടം വരും പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏതെങ്കിലും ഏടുകൾ വായിക്കുകയല്ല, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതിലാണ് നമുക്ക് ആശ്വാസമുള്ളത്, ഇതിലാണ് ആശ്വാസം കൊള്ളേണ്ടത്. മുസ്ലിമീങ്ങൾ വിജയിക്കുന്ന ഒരു കാലം വരും. യഹൂദികൾ ഒളിച്ചോടും മുസ്ലിമീങ്ങളെ കാണുമ്പോൾ. ഇന്ന് മുസ്ലിമീങ്ങളെ മുഖത്ത് നോക്കി നെഞ്ഞത്തും മുഖത്തും കുട്ടികളെയും പെണ്ണുങ്ങളെയും ആൾക്കാരത്തെ മുഖത്തും വെടിയുണ്ടകൾ ഉയർത്തുന്നെങ്കിൽ, ആകാശത്തിൽ നിന്ന് വെടികൾ ഉയർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒളിച്ചോടും. മുസ്ലിമിനെ കാണുമ്പോൾ ഒളിച്ചോടുന്നൊരു ദിവസം വരാനുണ്ടെന്ന് ജീവിതത്തിൽ ഒരിക്കലും കളവറിയാത്ത നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
എന്നിട്ട് അവർ ഓരോ വൃക്ഷത്തിൻ്റെയും കല്ലുകളെയും പിന്നിൽ അവർ ഒളിച്ചിരിക്കും. മുസ്ലിമിനെ കാണുമ്പോൾ അന്ന് ഓരോ കല്ലും ഓരോ വൃക്ഷവും സംസാരിക്കും. യാ മുസ്ലിം, യാ അബ്ദല്ലാ, മുസ്ലിമേ ഇങ്ങോട്ട് വാ, അള്ളാഹുവിന്റെ അടിമേ ഇങ്ങോട്ട് വാ, എന്റെ പിന്നിൽ ഒരു യഹൂദി ഒളിച്ചിരിക്കുന്നുണ്ട്. എന്നെ നിങ്ങളെ കാണാതെ ഒരു പിന്നിൽ എന്റെ ഒരു യഹൂദി ഒളിച്ചിരിക്കുന്നുണ്ട്. താൽ ഫഖ്തുൽഹു, ഇങ്ങോട്ടേക്ക് വരിക, അവനെ കൊല്ലുക, വകവരുത്തുക എന്ന് പറയുന്നത് ഓരോ കല്ലും വൃക്ഷവും. കല്ല് സംസാരിക്കുമോ മൗലവി? ഇതൊക്കെ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഓരോ കല്ലും ഓരോ വൃക്ഷവും സംസാരിക്കും, പറയും, കൊല്ലും, കൊല്ലുന്ന് പറയും. ഈ വലിയൊരു മഹായുദ്ധം നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുഖാത്തലത്തൽ ലൻ യുറാ മിസ്ലു, ഇതുപോലെ യുദ്ധം പോലെ ഇതുപോലത്തെയുള്ള യുദ്ധം മുമ്പ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നാ. 99% ആൾക്കാരും ആരും വിഭാഗമെന്നില്ല, എല്ലാവരും കൊല്ലപ്പെടും. 100 ഒരു വീട്ടിൽ 100 ആൾ പോയാൽ ഒരാൾ മാത്രമേ തിരിച്ചു വരൂന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞത്. ഇങ്ങനൊരു യുദ്ധം നടക്കാനുണ്ട്. ആ യുദ്ധവും നടന്നതിന് ശേഷമാണ് മൽഹമത്തുൽ കുബ്ര നടക്കും. ഇന്ന് ഗസയുടെയും റഫയുടെയും അതിർത്തികളെല്ലാം തല്ലിത്തകർത്തുകൊണ്ട് ജെറൂസലമിനെ ഏറ്റവും വലിയ ആഡംബര പട്ടണമാക്കാൻ വേണ്ടി നെതന്യാഹു ലഅനത്തുല്ലാഹി അലൈഹി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇത് ശ്രമിക്കുന്നു പറഞ്ഞ ബൈത്തുൽ മഖ്ദസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ. ബൈത്തുൽ മഖ്ദസ് ജെറൂസലം ആ ഏരിയ പോലും വലിയ വിപുലീകരിച്ചുകൊണ്ട് വലിയൊരു ആഡംബര ടൗണാക്കി മാറ്റും. അന്ന് യസ്രിബ് മരിക്കും, അന്ന് ഇല്ലാതെയാകും, മദീന ഇല്ലാതെയാകും. മദീന ഇല്ലാതെയാകുമ്പോൾ ഖുസ്തുന്തൂനിയയും വിജയിക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില രാഷ്ട്രങ്ങളെ പേരെണ്ണിക്കൊണ്ട് പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു. ഇതൊക്കെ വരാൻ നമുക്കിപ്പോൾ സംശയമല്ലേ, ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞതാണോ? ഇതൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ മുസ്ലിമാ? നമ്മളെന്തൊരു മുസ്ലിമാ? ഇതൊക്കെ നടക്കാനിരിക്കും മഹായുദ്ധം, 3-ാം ലോക മഹായുദ്ധം എന്ന് നിങ്ങൾ പേരിട്ടാലും തിരക്കേടില്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലുമെല്ലാം അന്ന് അണുവായുധം പ്രയോഗിച്ചു. ഹിരോഷിമയിൽ 15 കിലോട്ടണ്ണ അന്ന് പ്രയോഗിച്ചത്. നാഗസാക്കിയിൽ 22% കിലോഗ്രാം ഇതാണ് ടണ്ണാന്ന് പ്രയോഗിച്ചതെങ്കിൽ ഇന്നും 50 മെഗാ ലക്ഷക്കണക്കിന് അണുവായുധമുള്ള ശക്തികൾ ഇന്ന് ലോകത്തുണ്ട്. റഷ്യയെ പോലെ അവർ ഒരു ബട്ടണമർത്തിയാൽ 4 പ്രാവശ്യം ഭൂമി തകർന്നരിപ്പമാകുന്ന ഭക്ഷണമൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന നിബിധങ്ങൾ പറഞ്ഞ ഹദീസിലേക്കൊന്ന് വാ. 99% ജനം ഇന്ന് ആളുന്നില്ല, ഇന്ന് വിഭാഗമെന്നില്ല, എല്ലാവരും കൊല്ലപ്പെടും. ഇങ്ങനെയുള്ള ഒരു യുദ്ധം വരാ. അന്നാണ് ദജ്ജാൽ പുറപ്പെടല്. അന്നാണ് ബാബുലുദ്ദിൽ കൂടി ഈസാ നബിയും ദജ്ജാലും കൂടി പോരാട്ടം നടക്കുക. ബാബുലുദ്ദിൽ വെച്ചിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ വകവരുത്തുക. ഇതൊക്കെ ഹദീസുകളിൽ കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ വരാനിരിക്കുന്നത് അത് ഏതോ ഒരു കാലത്തൊക്കെ ഇതൊക്കെ അടുത്തു എന്നാ പറയുന്നത്. ഇതൊക്കെ അടുത്തു, അതിൻ്റെ മുന്നോട്ട് ഇതൊക്കെ നടക്കുന്നതെന്നാ. അതുകൊണ്ട് ഞാൻ കാര്യം അറിയുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിന്റെ റസൂലിനെ അറിയുക, നമുക്ക് കിട്ടിയ ഈ സ്വർഗമാകുന്ന ദീനിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. അതിലൂടെ ജീവിതത്തെ മാറ്റപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ ഖസ്റത് ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവും ആഖിറവും ഇല്ലാത്ത കാലത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിയണം, പഠിക്കണം. നമ്മളെ വഴിതെറ്റിക്കാൻ ഒരുപാട് ആൾക്കാർ അള്ളാഹു ഇല്ലേ ഇല്ല എന്ന് പറയുന്നതിലേക്ക് എത്തിക്കിരിക്കുക. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൗലവി പറഞ്ഞു, നമ്മളെല്ലാവരും സമാധാനം കെടുത്ത നിസ്കാരത്തിലാണ്. നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചിന്ത വരുമ്പോൾ ഈക്കാ പോക്ക് മുസ്ലിയാർ ഓർത്താൽ മതി, നിങ്ങൾ എല്ലാ ടെൻഷനും മാറുമെന്ന. അള്ളാഹ് നിസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കി. ബിലാലേ ഒന്ന് വിഖാമത്ത് കൊടുക്ക്, നിസ്കാരത്തിൽ അള്ളാഹ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ നബി. എനിക്ക് കൺകുളിർമ നമസ്കാരത്തിൽ എന്നാ പറഞ്ഞത്. ഇപ്പൊ ഇന്ന് ഈ സമൂഹം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഈക്കാവുക്ക് മുസ്ലിം എത്താൻ എനിക്ക് എല്ലാ ടെൻഷനും, എനിക്ക് അനുഭവം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക, നിങ്ങളൊന്ന് ചെയ്യണമെന്ന് പഠിപ്പിക്കുക സമൂഹത്തെ. ഒരു മൗലവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം നിന്ദിച്ചു കളഞ്ഞ്
ഞാനും എൻ്റെ ഭാര്യയും കൂടെ നടക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് എൻ്റെ ഭാര്യ ഇഷ്ടപ്പെട്ട ഞാൻ തൊലാക്കിന് വേണ്ടി കൊടുക്കണോ? ശ്രീരാരംഭനാക്കി റസൂലുള്ളാഹി. ആരാ മൗലവി? വലിയ വലിയ കണ്ണനും പെടുത്തിയ വലിയ വലിയ മൗലവിയാ. ചെറിയ പിള്ളേരൊന്നല്ല ഇവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിച്ച ഇവരെ കുറിച്ച് പറയാനോ സംസാരിക്കാനോ തെറ്റിതിരുത്താനോ ഇന്ന് സംഘടനകളുണ്ടെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സംഘടനക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. എവിടെ എത്തി നമ്മുടെ ഈമാൻ?